വ്യൂവേഴ്സ് എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വേഗത്തിൽ പ്രഗ്നൻ്റ് ആകാനായിട്ട് ഇങ്ങനെ ഒരുപാട് ടിപ്സൊക്കെ ഫോളോ ചെയ്യണോ? അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? കൃത്യമായിട്ട് ഫിസിക്കൽ കോൺടാക്റ്റ് ചെയ്താൽ നിന്നാൽ പോരെ? അല്ലെങ്കിൽ നീ ഇങ്ങനെ ടിപ്സൊക്കെ പറഞ്ഞു തരേണ്ട ഒരു ആവശ്യമില്ല, നീ എന്തൊക്കെ പറഞ്ഞു തന്നാലും ഞങ്ങൾ സെക്സ് ചെയ്യാതെ പ്രഗ്നൻ്റ് ആകാനായിട്ട് സാധിക്കില്ലല്ലോ. ഇങ്ങനെ ഒരുപാട് ആളുകൾ മുഖത്തടിച്ച് പറയുന്നത് പോലെയുള്ള കമൻസ് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. വേഗത്തിൽ പ്രഗ്നൻ്റ് ആകാൻ വേണ്ടിയിട്ട് ഫിസിക്കൽ കോൺടാക്റ്റ് മാത്രം ചെയ്താൽ പോരെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോരാ. ഫിസിക്കൽ കോൺടാക്റ്റിനോടൊപ്പം മറ്റ് പല ഫാക്ടേഴ്സും കൃത്യമായിട്ട് വരുന്ന അവസരങ്ങളിലാണ് ഒരു സ്ത്രീ പ്രഗ്നൻ്റ് ആകുന്നത്. എല്ലാവർക്കും എല്ലായ്പ്പോഴും ഫിസിക്കൽ കോണ്ടാക്റ്റ് എന്ന് പറഞ്ഞൊരു കാര്യം എൻജോയബിൾ ആയിക്കൊള്ളണമെന്നില്ല. ഇപ്പോഴും ഒരുപാട് സ്ത്രീകൾ നമുക്ക് ചുറ്റുമുണ്ട്. ഹസ്ബൻഡ് വരുന്ന കാര്യങ്ങൾ ആലോചിക്കാൻ പറ്റാത്ത ആളുകൾ, കോണ്ടാക്ട് ചെയ്യുമ്പോഴുണ്ടാകുന്ന വേദന, അസഹനീയമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഒക്കെ സഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. വിവാഹം കഴിഞ്ഞിട്ടുള്ള ആദ്യ നാളുകളിൽ ഫിസിക്കൽ കോണ്ടാക്റ്റ് ഒരുപാട് ആഗ്രഹിച്ചിട്ടാണ് നമ്മൾ ചെയ്തിരുന്നതെങ്കിൽ ഒരു 5 വർഷം 6 വർഷമൊക്കെ കഴിഞ്ഞ് അതിൻ്റെ ഇപ്പുറത്തേക്ക് എത്തുമ്പോഴേക്കും ഫിസിക്കൽ കോണ്ടാക്റ്റ് എന്ന് പറയുന്നത് ഓവുലേഷൻ ഡേറ്റിലോട്ട് മാത്രം ചുരുങ്ങുന്ന ഒരു പ്രവൃത്തിയായി മാറാറുണ്ട്. പലപ്പോഴും പലരും ആ ഒരു ടൈം നോക്കി ഇജാക്കുലേഷൻ ആയല്ലോ, ഓക്കെ ഫ്രീ ആയല്ലോ എന്ന് വിചാരിക്കുന്ന ഒരുപാട് സിറ്റുവേഷൻസും ഉണ്ട്. ചെയ്ത് അതിനോടുള്ളൊരു ഇൻട്രസ്റ്റ് കുറഞ്ഞു പോവുകയാണ് പലർക്കും സംഭവിക്കുന്നത്. ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നത് സ്ത്രീകളാണ്. ഇജാക്കുലേഷൻ അവിടെ ശരീരത്തിനകത്ത് നടന്നാലും ആ കോണ്ടാക്ട് ചെയ്യുന്നത് ഒട്ടും തന്നെ ഒരു താല്പര്യത്തോടു കൂടിയല്ലാതെ, അല്ലെങ്കിൽ ഭയങ്കര ഒരു ധൃതിക്ക് തന്നെ ഫട്ടാഫട്ട് ആ ഒരു കോണ്ടാക്ട് ചെയ്ത് ഇറങ്ങി പോകുന്ന ഒരു സിറ്റുവേഷനിൽ, പരസ്പരം സെപ്പറേറ്റഡ് ആവുന്ന ഒരു സിറ്റുവേഷനിൽ ഒരു സ്ത്രീക്ക് വേണ്ട തരത്തിലുള്ള ലൂബ്രിക്കേഷനോ സെർവിക്കൽ മ്യൂക്കസോ ഒക്കെ ശരീരത്തിൽ ഇല്ലാതായി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു പ്രോസസ്സ് അവളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര പെയിൻഫുള്ളായിട്ടുള്ളൊരു കാര്യമായിട്ട് മാറാറുണ്ട്. ഒരുപാട് പേര് കമൻസിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് അടുക്കുന്ന സമയത്ത് പേടിയാണ്, കോണ്ടാക്ട് ചെയ്യുമ്പോൾ വേദനയാണ് വരുന്നത്, ഡ്രൈനെസ് ആണ് ഉണ്ടാകുന്നത്, ബേണിംഗ് സെൻസേഷനാണ് വരുന്നത്, കോണ്ടാക്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും വജൈനൽ ഭാഗത്ത് ഭയങ്കര പ്രഷർ ഉണ്ടാകുന്നു, ബുദ്ധിമുട്ടുണ്ടാകുന്നു എന്നൊക്കെ പറഞ്ഞ് വിഷമിക്കുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ. അങ്ങനെ ഒരു കമൻറ്റ് കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ടായിരുന്നു. ആ കുട്ടിക്ക് 20 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. ഹസ്ബൻഡിന് ഏകദേശം ഒരു 30-32 വയസ്സ് ഹസ്ബൻഡിനുണ്ടായിരുന്നു. അപ്പോൾ കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് ഇങ്ങനൊരു ലൂബ്രിക്കേഷനോ കാര്യങ്ങളോ ഒന്നും ആ കുട്ടിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു പ്രോസസ്സ് എൻജോയബിൾ ആണെന്നും ആ കുട്ടിക്ക് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഒരുപാട് നാളുകളായിട്ട് അവർ പ്രഗ്നൻസി നോക്കി. വിവാഹം കഴിഞ്ഞിട്ടുള്ള ആദ്യ സമയം മുതൽ തന്നെ ഇവർ പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ പോസിറ്റീവ് കിട്ടുന്നുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് ആ കുട്ടി മെയിൽ അയച്ചത്, ചേച്ചി ഇങ്ങനെ കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഭയങ്കര പെയിനാണ്, ബുദ്ധിമുട്ടാണ്, അങ്ങനെയുള്ള കാര്യമൊക്കെ ഓപ്പണായിട്ട് സംസാരിച്ചപ്പോഴേക്കും ഞാൻ ഇതുപോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഹസ്ബൻഡിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നോക്കുക. ഓർഗാസവും അതുപോലെ സ്ത്രീകൾക്ക് ഫോർപ്ലേയും കൊണ്ടുവരുന്നത് പ്രഗ്നൻസിയുടെ ആ ഒരു സക്സസ് റേറ്റ് ഒരു പടി വരെ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു എന്ന് ഞാൻ ആ കുട്ടിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ കുട്ടി ഓപ്പണായിട്ട് തന്നെ ഹസ്ബൻഡിനോട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്തു. അങ്ങനെ പ്രഗ്നൻസി പോസിറ്റീവ് കിട്ടി എന്നുള്ളൊരു സക്സസ് സ്റ്റോറിയും കൂടി ഷെയർ ചെയ്തിട്ടുണ്ടാവും കേട്ടോ, ഉണ്ടായിരുന്നു. ഇത് ഇപ്പോൾ ഈ വീഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന ചിലപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും ഒരു സ്റ്റോറി ആയിരിക്കും. കാരണം ഈ വീഡിയോ കേട്ടുകൊണ്ടിരിക്കുന്നത് ഒരു 100 പേരാണെങ്കിൽ അതിൽ ചിലപ്പോൾ ഒരു 10 പേര് ഈ ഒരു സിറ്റുവേഷനിൽ കൂടി കടന്നു പോകുന്നവരുണ്ടാകും. അപ്പോൾ ഓർഗാസം എന്താണെന്നും അതെങ്ങനെ നിങ്ങളെ പ്രഗ്നൻ്റ് ആകാനായിട്ട് ഹെൽപ്പ് ചെയ്യുമെന്നും അത് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ നിങ്ങൾക്ക് പോസിറ്റീവ് കിട്ടും, അതെങ്ങനെയെല്ലാം ചെയ്യണം എന്നിങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളതാണ് വീഡിയോ. മസ്റ്റ് വാച്ചാണ്, പൂർണ്ണമായിട്ടും കാണാനായിട്ട് നോക്കുക. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. സാധാരണയായിട്ട് നമ്മൾ ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്തിട്ട് ആ ഒരു ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞ് ഇജാക്കുലേഷൻ സംഭവിച്ച് കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിലോട്ട് എത്തുന്ന സ്പേം സെൽസ് സെർവിക്കൽ മ്യൂക്കസിലൂടെ ട്രാവൽ ചെയ്തിട്ട് നമ്മുടെ ഫലോപ്പിയൻ ട്യൂബിലോട്ട് എത്താറാണ് ചെയ്യാറ്. എപ്പോഴും നടക്കുന്നത് ഈ ഒരു പ്രോസസ്സാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് പ്രഗ്നൻ്റ് ആകാൻ വേണ്ടിയിട്ട് ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യുന്നവർ ഒരുപാട് വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓവുലേഷൻ സമയത്ത് സ്ത്രീകൾക്ക് ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യാനായിട്ടുള്ള ഒരു ടെൻഡൻസി കൂടുതലായിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ശരീരം ഒരു അമ്മയാകാനായിട്ടുള്ളൊരു പ്രോസസ്സിലോട്ട് അവിടെ അടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അമ്മയാകണമെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടുന്നത് അവർ പാർട്ട്നേഴ്സ് തമ്മിലുള്ള ഫിസിക്കൽ കോണ്ടാക്റ്റ് ആണല്ലോ. അപ്പോൾ ഇതിലോട്ട് നമ്മുടെ ശരീരം നമ്മളെ പ്രിപ്പയർ ചെയ്തുകൊണ്ട് പോകുന്ന ഒരു അവസ്ഥ ആ ഒരു ഓവുലേഷൻ സമയത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി അതില്ലെങ്കിലും, അതായത് ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യാനായിട്ടുള്ള ആഗ്രഹം ഇല്ലെങ്കിലും സ്ത്രീകൾ പ്രഗ്നൻ്റ് ആകാറുണ്ട് അല്ലേ? നമുക്കറിയാം. ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത്, ഇപ്പോൾ റേപ്പിനൊക്കെ ഇരയാകുന്ന സ്ത്രീകളൊക്കെ പ്രഗ്നൻ്റ് ആവാനായിട്ട് അവർ വില്ലിങ് അല്ലെങ്കിൽ കൂടെ തന്നെയും, അല്ലെങ്കിൽ അവർക്ക് ആ ഒരു സിറ്റുവേഷനിൽ നിൽക്കുമ്പോൾ അവർക്ക് ഒരിക്കലും ആ ഒരു പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല, എന്നിട്ടും അവർ പ്രഗ്നൻ്റ് ആകാറുണ്ട്. അതുപോലെ തന്നെ സ്ത്രീകളിപ്പോൾ നമുക്കാണെങ്കിലും ഇപ്പോൾ ഓരോ സമയത്ത് ഇങ്ങനെ ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യാനായിട്ട് പലർക്കും ആഗ്രഹം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അങ്ങനെ ഇല്ലെങ്കിലും പലരും പ്രഗ്നൻ്റ് ആകാറുണ്ട്. പക്ഷേ ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യാനായിട്ട് ആഗ്രഹമുള്ള സ്ത്രീകൾക്ക് ആ ഒരു കോണ്ടാക്ട് ചെയ്യാനായിട്ടുള്ള ഒരു ആഗ്രഹം, ഒരു ഓർഗാസം ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതും ഫെർട്ടിലിറ്റിയെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സഹായിക്കും. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം.
സാധാരണ നമുക്കൊരു ഓർഗാസം വരുന്നത് നമ്മൾ ആ ഒരു മെത്തേഡ് ചെയ്യാനായിട്ട് നമ്മൾ കേപ്പബിൾ ആണ്, നമ്മൾ ഇൻട്രസ്റ്റഡ് ആണ്. ആ ഒരു സിറ്റുവേഷൻ വരുമ്പോഴേക്കും നമ്മുടെ ശരീരം അതിനായിട്ട് കൂടുതൽ വില്ലിങ് ആയി തുടങ്ങും. അതിന് എക്സാമ്പിളാണ് നമ്മൾ ഫിസിക്കൽ കോൺടാക്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഉണ്ടാകുന്ന 2 തരത്തിലുള്ള ഒരു കംഫർട്ട് സോൺ. അതായത് ഇപ്പോൾ ഫിസിക്കൽ കോൺടാക്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ഒരു പ്ലഷർ എൻജോയ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ആ ഒരു ഫിസിക്കൽ കോൺടാക്റ്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു മെയിൽ ഓർഗൻ നമ്മുടെ ഫീമെയിൽ പാർട്ടിലോട്ട് പെട്ടെന്ന് തന്നെ കയറിപ്പോകും. അതുപോലെ തന്നെ അവിടെ ഒരു ലൂബ്രിക്കേഷൻ നമ്മുടെ ശരീരം തന്നെ ഉണ്ടാക്കും. അതാണ് സെർവിക്കൽ മ്യൂക്കസ്. ഈ സെർവിക്കൽ മ്യൂക്കസ് എന്ന് പറയുന്നത് ഒരു എഗ് വൈറ്റ് ആയിട്ടുള്ള ടെക്സ്ചറിൽ ഉണ്ടാകുന്ന ഒരു മ്യൂക്കസ് ആയിരിക്കും. ഈ ഒരു മ്യൂക്കസ് നമ്മൾ ഫിസിക്കൽ കോൺടാക്റ്റ് ചെയ്യാനായിട്ട് ഒരു ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ടൈമിൽ നമ്മുടെ ശരീരത്തിൽ നിന്നും കൂടുതലായിട്ട് പുറപ്പെടുവിപ്പിച്ച് തുടങ്ങും. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഭയങ്കരമായിട്ട് നമ്മൾ കംഫർട്ടബിൾ ആയിരിക്കും. ആ ഒരു പ്രോസസ്സ് നമ്മൾ എൻജോയ് ചെയ്തും തുടങ്ങും. ഇനിയിപ്പോൾ നമുക്കതിന് താല്പര്യമില്ല, എന്തെങ്കിലും കാര്യം കൊണ്ട് നമ്മൾ ഇൻട്രസ്റ്റഡ് അല്ല, ആ ഒരു സിറ്റുവേഷനിൽ നമ്മളത് ആഗ്രഹിക്കുന്നില്ല എങ്കിൽ ആ സമയത്ത് ഫിസിക്കൽ കോൺടാക്റ്റ് ചെയ്യുമ്പോഴേക്കും ആ ഒരു പ്രവർത്തനം ഒട്ടും ഈസി ആയിരിക്കില്ല. അതായത് അവിടെ നിന്ന് സെർവിക്കൽ മ്യൂക്കസ് ഉണ്ടാവില്ല. അതുപോലെ തന്നെ നല്ലപോലെ എഫേർട്ട് എടുത്തിട്ടായിരിക്കും ചിലപ്പോൾ ആ ഒരു മെയിൽ ഓർഗൻ നമ്മുടെ ശരീരത്തിലോട്ട് കടന്ന് കയറുന്നത്. ഓക്കെ, അപ്പോൾ ഈ 2 സമയത്തും ഇപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ഒരു ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു മൂഡിൽ നിൽക്കുകയാണ്, നമുക്ക് താല്പര്യമുണ്ടായിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഓർഗാസം നമുക്ക് വരുന്ന സമയത്ത് ഈ സ്പേമിന് കൂടുതൽ നല്ല പോലെ സ്വിം ചെയ്ത് പോകാനായിട്ട് സാധിക്കും. അതായത് അതിന് കടന്നു പോകാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു പാത്ത് എപ്പോഴും ആ ഒരു സിറ്റുവേഷനിൽ ആ ഒരു ഓർഗാസം നമുക്ക് വരുന്ന ആ ഒരു എക്സ്ട്രീം പ്ലഷർ നമുക്ക് വരുന്ന ആ ഒരു സമയത്ത് പെട്ടെന്ന് ഈ സ്പേം സെൽസിന് നമ്മുടെ ശരീരത്തിലോട്ട് കടന്നു പോകാനായിട്ട് സാധിക്കും. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഓർഗാസം വരുന്ന സമയത്ത് നമ്മുടെ ശരീരം ഒന്ന് ലൂസാകും, നമ്മുടെ മസിൽസ് ഒന്ന് അയയും. ഇങ്ങനെ അയഞ്ഞു പോകുന്ന ആ ഒരു സമയത്ത് ആ ഒരു ഓർഗാസം നമുക്ക് വരുമ്പോഴേക്കും, ഓർഗാസം എന്ന് പറയുമ്പോഴേക്കും അത് ചെയ്യാനുള്ള അത്രയും ഇൻട്രസ്റ്റ് നമുക്ക് വരുമ്പോൾ നമ്മൾ അത്രയും എൻജോയ് ചെയ്തിട്ട് ഇത് ചെയ്യുമ്പോൾ എക്സ്ട്രീം പ്ലഷർ നമുക്ക് കിട്ടുന്ന ആ ഒരു സമയത്ത് നമ്മുടെ ശരീരത്തിലെ എല്ലാ മസിലുകളും ഒന്ന് അയയും. എസ്പെഷ്യലി നമ്മുടെ ആ ഒരു ഇടുപ്പിൻ്റെ ഭാഗത്തുള്ള ആ മസിലുകളൊക്കെ ഒന്ന് അയയും. ഈ മസിലുകൾ ഇങ്ങനെ അയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ആ സ്പേമിന് ഒരു ഒബ്സ്റ്റക്കിൾസും ഇല്ലാതെ, ഒരു തടസ്സവും ഇല്ലാതെ പെട്ടെന്ന് ആ സ്പേമിന് സ്വിം ചെയ്ത് ഫലോപ്പിയൻ ട്യൂബിലോട്ട് എത്താനായിട്ട് സാധിക്കും. സ്പേമിൻ്റെ പെനിട്രേഷൻ അവിടെ ഈസി ആയിട്ട് നടക്കും. ഇങ്ങനെ പെനിട്രേഷൻ ഈസി ആയിട്ട് നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ സെർവിക്കൽ മ്യൂക്കസ് ആ ഒരു സമയത്ത് കുറവാണെങ്കിൽ കൂടി തന്നെയും ആ ഒരു സ്പേമിനെ പെട്ടെന്ന് തന്നെ നമ്മുടെ മസിൽസ് ഒന്ന് അയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് സ്വിം ചെയ്ത് പോകാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു ഓർഗാസം നമുക്ക് കിട്ടണമെങ്കിൽ അതിന് തുടക്കത്തിൽ തന്നെ ഒരു ഫോർപ്ലേയുടെ ആവശ്യം ഉണ്ട്. ഫോർപ്ലേയുടെ ആവശ്യം എന്ന് പറയുമ്പോഴേക്കും ഞാനിപ്പോൾ ഇങ്ങനെയൊക്കെ വീഡിയോ ചെയ്യുന്നത് കൊണ്ട് ഡയറക്റ്റായിട്ട് ഓരോ നെഗറ്റീവ് കമൻറ്റ്സ് ഉണ്ടാകും. പക്ഷേ ഫസ്റ്റായിട്ട് ഇതിനെപ്പറ്റി അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്, ആരും കേൾക്കുന്നുണ്ടോയെന്നും വിചാരിക്കരുത്. ഓർഗാസം ഫോർപ്ലേ എന്ന് പറയുമ്പോഴേക്കും നമ്മൾ ആ ഒരു കാര്യത്തിലോട്ട് എത്തുന്നതിന് മുൻപായിട്ട് നമ്മുടെ എക്സ്ട്രീം ആയിട്ടുള്ള ആ ഒരു ഫിസിക്കൽ കോണ്ടാക്റ്റ്, അതായത് നമ്മുടെ ഫീമെയിൽ ഓർഗണും പുരുഷൻ്റെ മെയിൽ ഓർഗണും തമ്മിൽ ചേരുന്നതിന് മുൻപായിട്ടുള്ള ആ ഒരു സമയത്തിന് മുൻപ് നമ്മൾ നമ്മുടെ ബോഡിയെ, നമ്മുടെ അവയവങ്ങളെ ഒന്ന് സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ് ആ ഫോർപ്ലേ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു ഫോർപ്ലേയും കൂടി വരുമ്പോഴേക്കും നമുക്ക് അതിനനുസരിച്ച് ഓർഗാസം അത്രത്തോളം ഉണ്ടായി വരും. അങ്ങനെയുള്ളൊരു പീക്ക് സിറ്റുവേഷനിൽ ഈ ഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നവരും അതുപോലെ ഒരുപാട് നാളായിട്ട് പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്യുന്നവരുമൊക്കെ ആ ഒരു പ്രോസസ്സിൽ കൂടി നിങ്ങൾ കടന്നു പോവുകയാണെങ്കിൽ സ്പേമിന് എളുപ്പത്തിൽ ട്രാവൽ ചെയ്ത് പോകാനും എളുപ്പത്തിൽ ആ എഗ്ഗുമായിട്ട് മീറ്റ് ചെയ്യാനും അവിടെ കൺസെപ്ഷൻ എളുപ്പം നടക്കാനായിട്ടും അത് സഹായിക്കും. അപ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഓപ്റ്റ് ചെയ്യേണ്ടത് ആ ഒരു മെത്തേഡായിരിക്കണം. നമുക്ക് ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ലാണ്ട് നമ്മൾ ചെയ്യുന്നതും നമ്മൾ സാറ്റിസ്ഫൈഡ് ആയിട്ട് ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസം അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ അല്ലാത്തവരും പ്രഗ്നൻ്റ് ആകും. പക്ഷേ അങ്ങനെ ആയിട്ടാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾക്ക് ആ ഒരു ഓർഗാസം വന്നിട്ടാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഒരുപാട് നാളായിട്ട് നിങ്ങൾ ഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നവർക്കൊക്കെ അത് കൂടുതൽ സഹായകരമാകും. അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ ആ ഒരു ചെയ്യുന്ന മെത്തേഡ് സാധാരണ എല്ലാവരും പറയുന്നുണ്ട്, ചേച്ചി എല്ലാ ദിവസവും ഞങ്ങൾ കോൺടാക്റ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഓവുലേഷൻ ദിവസമൊക്കെ 2 or 3 തവണയൊക്കെ ഞങ്ങൾ കോൺടാക്റ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ പ്രഗ്നൻ്റ് ആകുന്നില്ല എന്ന് പലരും പറയുന്നുണ്ട്. നമുക്കൊരിക്കലും എല്ലാ ദിവസവും ഇത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ചെയ്യുന്നവരുണ്ടായിരിക്കും, പക്ഷേ നമ്മളൊരു ടയേർഡാവും, നമുക്കൊരു ഡിസ്കംഫർട്ട് ഉണ്ടാകും. ഒരുപാട് തവണയൊക്കെ ഇത് ചെയ്യുമ്പോഴേക്കും നമുക്കാണെങ്കിലും ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടാകും. അപ്പോൾ പ്രഗ്നൻ്റ് ആകാനായിട്ട് കോൺടാക്റ്റ് ചെയ്യുന്നവർ എല്ലാ ദിവസമൊന്നും ചെയ്യണമെന്നില്ല. പീരിയഡ്സ് കഴിഞ്ഞിട്ടുള്ള ഉടനെയുള്ളൊരു ദിവസം നിങ്ങൾക്ക് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഓരോ ഓവുലേഷൻ ഡേറ്റിനോട് കൊള്ളിച്ചിട്ട് നിങ്ങൾക്ക് ഓരോ ദിവസമോ അല്ലെങ്കിൽ ഒന്നിടവിട്ട ദിവസമോ നിങ്ങളത് ചെയ്താൽ മതി. ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് സ്ത്രീയും പുരുഷനും അത്രയധികം കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിക്ക് ഇരുന്നിട്ട് മാത്രം നിങ്ങളത് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അനുസരിച്ചിട്ടുള്ള അത്രയും ബെനിഫിറ്റുകൾ നിങ്ങൾക്ക് അവിടെ കാണാനായിട്ടും സാധിക്കും കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ.
യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്സിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമന്റ്സ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമന്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷന്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോണ്ടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നന്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.